ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച മാക്നോൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഡിസ്പേർഷൻ റിലേഷൻ ഓഫ് മാക്നോൺസ് അത് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഡെറിവേഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് dSp/dt ഇവിടം വരെയായിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ബിപിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പം 2J/h SP ക്രോസ് SP-1 പ്ലസ് SP ക്രോസ് SP+1. ദെൻ നമ്മൾ കാർട്ടീഷ്യൻ കമ്പോണൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് XY Z കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം എക്സ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കമ്പോണൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈയും ഇസഡും കൺസിഡർ ചെയ്യണം. വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും ഇസഡും കൺസിഡർ ചെയ്യണം. ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് നമുക്ക് എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. അപ്പം SP എന്ന് പറയുന്ന പീത്ത് പൊസിഷനിലുള്ള സ്പിന്നിൻ്റെ എക്സ് കമ്പോണൻറ്റ്, സ്പിന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ XY ആൻഡ് Z കമ്പോണൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സോ എക്സ് കമ്പോണൻറ്റ് dpx/dt വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈക്വേഷൻ തന്നെ 2J/h. SPക്ക് പകരം നമുക്ക് വേണ്ടത് SPYയും ആൻഡ് Z കമ്പോണൻസ് അതിൻ്റെ കോമ്പിനേഷനാണ്. വൈയുടെയും ഇസഡിൻ്റെയും കോമ്പിനേഷൻസാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് SP-1 ഉള്ള കോമ്പിനേഷൻ എടുക്കുന്നു. ദെൻ SPയും SP+1 ഉള്ള കോമ്പിനേഷൻ എടുക്കുന്നു. പിന്നെ YZ കോമ്പിനേഷൻ എടുത്തോടെ തന്നെ ZY കോമ്പിനേഷനും എടുക്കും. അപ്പോൾ ZY കോമ്പിനേഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മൈനസ് കൊടുക്കണം. സോ എല്ലാ കോമ്പിനേഷനും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ SPY ഇൻറ്റു SZ SP-1Z പ്ലസ് SP+1Z മൈനസ് SPZ ഇൻറ്റു SP-1Y പ്ലസ് SP+1Y. അപ്പോൾ നമുക്ക് YZ വരുന്ന എല്ലാ കോമ്പിനേഷൻസും ആയി. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തുകൊണ്ടാണ് YZ മാത്രം കൺസിഡർ ചെയ്തത്. ഇത് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് SPY/dt dSpZ/dt കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. If the amplitude of the excitation is small, that is SPX and SPY very less than S, which means excitations ആണ് സ്പിന്നിനെ ഓറിയൻറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ സ്പിന്നിൻ്റെ അലൈൻമെൻറ്റ് ഡീവിയേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ എക്സൈറ്റേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന സ്പിന്ന് നേരെ ഇടുന്ന സ്പിന്ന് അതിൻ്റെ ഈച്ച് സ്പിന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് S ആണ്. ക്യാപിറ്റൽ S ആയിട്ടിരുന്ന സ്പിന്ന് ചെറിയൊരു ഡീവിയേഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് എക്സൈറ്റേഷൻ ആംപ്ലിറ്റ്യൂഡ് ചെറുതാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റും Y കമ്പോണൻറ്റും നെഗ്ലിജിബിളി സ്മോൾ ആണ്. ദാറ്റ് ഈസ് വിച്ച് ഈസ് വെരി ലെസ് ദാൻ ദിസ് S. അതായത് ആദ്യം ഇരുന്ന പൊസിഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ നടക്കാത്ത സമയത്തുള്ള പൊസിഷനിലെ സ്പിൻ മാഗ്നിറ്റ്യൂഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം SPXും SPYയും വളരെ ചെറുതാണ്. സോ വി ടേക്ക് SPS ആൻഡ് SPY ആർ വെരി ലെസ് ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്പിൻ ക്യാപിറ്റൽ S. Then we may obtain an approximate set of linear equations by taking all SPZ equal to S and by neglecting terms in the product of SX and SY which appears in the equation for dSZ/dt. അപ്പം ഈ ഒരു കൺസിഡറേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ പൊസിഷൻ SZ പൊസിഷൻ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വേരി ചെയ്യുമ്പോൾ വരുന്നത് എക്സും വൈയും ആണ്. അപ്പോൾ സ്മോൾ വേരിയേഷൻ ആണെങ്കിൽ എക്സും വൈ കമ്പോണൻസും ഇല്ല. അപ്പോൾ നമുക്ക് SZ ഈക്വൽ ടു എസ് എന്ന് തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും. SPZ ഇസ് ഈക്വൽ ടു എസ് എന്ന് നമുക്ക് അങ്ങ് കൺസിഡർ ചെയ്യാം. സോ
എസ് എക്സും എസ് വൈ കമ്പോണൻസും ചെറുതായതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഓഫ് എസ് എക്സ് ആൻഡ് എസ് വൈയും വളരെ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ഡി എസ് ഇസഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞ ഇക്വേഷനിൽ പ്രോഡക്റ്റ് ഓഫ് എസ് എക്സും എസ് വൈയും വരുന്ന ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുവാണ്. ദെൻ ദ എബോവ് ഇക്വേഷൻ ബിക്കംസ് ഡി എസ് പി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 2j ബൈ എച്ച് ഗട്ട്, ആ ടേം അങ്ങനെ തന്നെ, ഇൻറ്റു എസ് പി വൈ ഇൻറ്റു ഇവിടെ നമുക്കുണ്ടായിരുന്ന എസ് പി മൈനസ് 1z പ്ലസ് എസ് പി പ്ലസ് 1z ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ എസ് എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് എസ് പ്ലസ് എസ് മൈനസ് എസ് പി ഇസഡ് ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ നമ്പർ 6ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എസ് പി ഇസഡ് ഇൻറ്റു എന്നായിരുന്നു ഉണ്ടായിരുന്ന ഇക്വേഷൻ നമ്പർ 6. അതിന് നമ്മൾ എസ് എന്ന് കൊടുത്തു. ഇൻറ്റു എസ് പി മൈനസ് 1y പ്ലസ് എസ് പി പ്ലസ് 1y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു 2js ബൈ എച്ച് ഗട്ട് ഇൻറ്റു 2spy. 2sൽ എസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടുത്തെ എസ്സും എല്ലാ ടൈമിലെയും എസ് കോമൺ ആയിട്ട് പുറത്താണ്. എസ് പി മൈനസ് 1y പ്ലസ് എസ് പി പ്ലസ് 1y, ഇക്വേഷൻ നമ്പർ 8. സിമിലർലി ഡി എസ് പി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ രീതിയിൽ കമ്പോണൻസ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആർ എച്ച് എസിൽ എക്സും ഇസഡും കമ്പോണൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് മൈനസ് ഓഫ് 2js ബൈ എച്ച് ഗട്ട് ഇൻറ്റു 2spx മൈനസ് എസ് പി മൈനസ് 1x മൈനസ് എസ് പി പ്ലസ് 1x. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ആൻഡ് ഫോർ ഡി എസ് പി ഇസഡ് ബൈ ഡി ടി, ഇപ്പോൾ ഡി എസ് പി ഇസഡിൽ നമുക്ക് വരുന്ന കോമ്പിനേഷൻസ് എസ് പി എക്സിൻ്റെയും എസ് പി വൈയുടെയാണ്. അത് എക്സൈറ്റേഷൻ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞതാണ്. സോ ഡി എസ് പി ഇസഡ് ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും, വിച്ച് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 10. അപ്പോൾ നമ്മൾ ഡി എസ് പി ബൈ ഡി ടിയുടെ 3 കമ്പോണൻസ്, എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് ആൻഡ് ഇസഡ് കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അവർ എസ് പി എക്സ് ആൻഡ് എസ് പി വൈ have a solution of the form which is a travelling wave solution and is of the form spx equal to u into exponential ipka minus omega t and spy is equal to v into exponential ipka minus omega t. അതാണ് എസ് പി എക്സിൻ്റെ എസ് പി വൈയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേർ u and v are constants and p is an integer and a is the lattice constant. Then substituting these solutions for spx and spy, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ഇക്വേഷനിലാണ്. ഡി എസ് പി എക്സ് ബൈ ഡി ടി നമുക്ക് കിട്ടിയ 3 ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ. അപ്പോൾ അതിൽ സൊല്യൂഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എസ് പി എക്സിനും എസ് പി വൈക്കും. അപ്പോൾ എങ്ങനെയായിട്ട് മാറും? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 2js. അപ്പം ഡി എസ് പി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ എസ് പി എക്സ് എന്താ? യു ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഐ പി കെ മൈനസ് ഒമേഗ ടി. അപ്പം ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പം മൈനസ് ഐ ഒമേഗ യു ഇൻറ്റു ഇ റേസ് ടു ഐ പി കെ എ മൈനസ് ഒമേഗ ടി. ദാറ്റ് ഈസ് ഡി എസ് പി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 2js ബൈ എച്ച് ഗട്ട്. അത് അതുപോലെ തന്നെ എഴുതി 2js ബൈ എച്ച് ഗട്ട്. ദെൻ 2 ഇൻറ്റു എസ് പി വൈ. എസ് പി വൈയുടെ സൊല്യൂഷൻ വി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഐ പി കെ മൈനസ് ഒമേഗ ടി ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു വി ഇൻറ്റു ഇ റേസ് ടു ഐ പി കെ എ മൈനസ് ഒമേഗ ടി മൈനസ് ഇനി എസ് പി മൈനസ് 1y. ഇപ്പോൾ പിയുടെ സ്ഥാനത്തെല്ലാം പി മൈനസ് 1 എന്ന് കൊടുത്താൽ മതി. ഈ പിയുടെ സ്ഥാനത്ത് ഐ പി കെ എ മൈനസ് ഒമേഗ ടിയിൽ ഐ പി മൈനസ് 1 കെ എ മൈനസ് ഒമേഗ ടി എന്ന് വരും. സോ വി ഇൻറ്റു ഇ റേസ് ടു ഐ പി മൈനസ് 1 കെ എ മൈനസ് ഒമേഗ ടി പ്ലസ് അടുത്ത ടേബ് ഏതാണ്? എസ് പി പ്ലസ് 1y.
പിയുടെ സ്ഥാനത്ത് നമുക്ക് p+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ SPy വാല്യൂ സൊല്യൂഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മൈനസ് v ഇൻറ്റു e റേസ് ടു I p+1 Ka മൈനസ് ωt എന്ന് കിട്ടും. സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ദെൻ ലെഫ്റ്റ് സൈഡിൽ -i ωu e റേസ് ടു I pk മൈനസ് ωt ആണുള്ളത്. ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നമ്മൾ e റേസ് ടു I pk മൈനസ് ωt ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി e റേസ് ടു I pk മൈനസ് ωt ഔട്ട് സൈഡ് എടുത്തു. ബാക്കി 2js/h ഇൻറ്റു ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് 2v ആണ്. ഇവിടെ വരുന്നത് v ഇൻറ്റു pk മൈനസ് ωt ആണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തത്. ഇപ്പോൾ റിമൈനിങ് ടൈം e റേസ് ടു മൈനസ് IKA ഇവിടുത്തെ ടൈം v ഇൻറ്റു e റേസ് ടു പ്ലസ് IKA. അപ്പം ഔട്ട് സൈഡ് എടുത്ത ടൈം ഇതാണ്. റിമൈനിങ് ടേംസ് 2v മൈനസ് v ഇൻറ്റു e റേസ് ടു മൈനസ് IKA മൈനസ് v ഇൻറ്റു e റേസ് ടു പ്ലസ് IKA. ദെൻ കോമൺ ആയിട്ട് വരുന്ന ഈ രണ്ട് ടേമും ക്യാൻസലായി, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് I ωu ഈക്വൽസ് 2js/h ഇൻറ്റു v ഔട്ട് സൈഡ് എടുത്തു 2 മൈനസ് e റേസ് ടു മൈനസ് IKA മൈനസ് e റേസ് ടു പ്ലസ് IKA വിച്ച് ഇസ് ഈക്വൽ ടു 2js/h ആൻഡ് ദിസ് 2 ടൈംസ്, അതായത് 2 അവിടെ തന്നെ നിർത്തി. ബാക്കി ഇത് എന്ന് പറയുന്നത് 2 cos k ആണ്. സോ 2 മൈനസ് 2 cos ka ഇൻറ്റു v വിച്ച് ഇസ് ഈക്വൽ ടു 2js/h 2 ഔട്ട് സൈഡ് എടുത്തു 2 ഇൻറ്റു 1 മൈനസ് cos ka ഇൻറ്റു v ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 4js/h ഇൻറ്റു 1 മൈനസ് cos ka ഇൻറ്റു v 2 ഇൻറ്റു 2 4. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 13. ദെൻ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് അടുത്ത ഇക്വേഷനിൽ കൊടുക്കാം dSPy/dt. അപ്പം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ് മൈനസ് I ωv ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2js/h ഇൻറ്റു 2 മൈനസ് e റേസ് ടു മൈനസ് IKA മൈനസ് e റേസ് ടു പ്ലസ് IKA ഇൻറ്റു u. കോമൺ ആയിട്ട് വരുന്ന ടേമൊക്കെ പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 4js/h ഇൻറ്റു 1 മൈനസ് cos ka ഇൻറ്റു u. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 14. നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. മൈനസ് I ωu ഇസ് ഈക്വൽ ടു 4js/h ഇൻറ്റു 1 മൈനസ് cos ka ഇൻറ്റു v ആൻഡ് മൈനസ് I ωv ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 4js/h ഇൻറ്റു 1 മൈനസ് cos ka ഇൻറ്റു u. And these equations have a solution for u and v. യുവിലും വിയിലുമുള്ള ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതാം. യുവിൻ്റെ കോഎഫിഷ്യൻസും വിയുടെ കോഎഫിഷ്യൻസും സെപ്പറേറ്റ് ചെയ്ത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം I ഒമേഗ, ദെൻ 4js/h ഇൻറ്റു 1 മൈനസ് cos ka, ദെൻ മൈനസ് 4js/h ഇൻറ്റു 1 മൈനസ് cos ka ആൻഡ് I ഒമേഗ. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. h ഒമേഗ ഇസ് ഈക്വൽ ടു 4js ഇൻറ്റു 1 മൈനസ് cos ka. ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് k. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 15. ഇതായിരുന്നു നമ്മുടെ എയിം. ഡിസ്പെർഷൻ റിലേഷൻ കണ്ടുപിടിക്കുക മാഗ്നോൺസിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് വേവ്സിൻ്റെ. അപ്പം മാഗ്നറ്റിക് സ്പിൻ വേവ്സിൻ്റെ, മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള സ്പിൻ വേവ്സിൻ്റെ ഡിസ്പെർഷൻ റിലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമുക്ക് കിട്ടി h ഒമേഗ ഇസ് ഈക്വൽ ടു 4js ഇൻറ്റു 1 മൈനസ് cos ka. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒമേഗയും കെയും തമ്മിലുള്ള വേരിയേഷൻ ഏത് രീതിയിലാണ് വരുന്നതെന്ന്. അപ്പോൾ വി ക്യാൻ പ്ലോട്ട് എ ഗ്രാഫ് ബൈ യൂസിങ് ദ ഡിസ്പെർഷൻ റിലേഷൻ. എക്സ് ആക്സിസിൽ കെയും വൈ ആക്സിസിൽ h ഒമേഗ ബൈ 4s പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഡിസ്പെർഷൻ റിലേഷൻ ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ
വിത്തിൻ ദിസ് സൊല്യൂഷൻ വി ഫൈൻഡ് ദാറ്റ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, വിയുടെ ടേമിൽ യുവിൻ്റെ ടേമിലുമുള്ള ഇക്വേഷൻസ്, അതിൽ നിന്നും നമുക്ക് വിയും യുവും തമ്മിലുള്ള റിലേഷൻ എന്നിട്ട് മൈനസ് ഐ ഒമേഗ യു ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ മൈനസ് ഐ ഒമേഗ വി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷനും, അതിൽ നിന്ന് നമുക്ക് വിനെ യുവിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു യു കറസ്പോണ്ടിങ് ടു circular precision of each spin about the z-axis. Then we can take the real and imaginary parts of these equations. So റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എസ് പി എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഐ പി കെ മൈനസ് ഒമേഗ ടി എന്നായിരുന്നല്ലോ സൊല്യൂഷൻ. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. യു ഇൻറ്റു കോസ് പി കെ എ മൈനസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു സൈൻ പി കെ എ മൈനസ് ഒമേഗ ടി ആൻഡ് എസ് പി വൈ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു കോസ് പി കെ എ മൈനസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ പി കെ എ മൈനസ് ഒമേഗ ടി. പിന്നെ റിയൽ പാർട്ട് എസ് പി എക്സിൻ്റെ റിയൽ പാർട്ട് എന്ത് വരും? യു ഐ ഇല്ലാത്ത ടൈം യു കോസ് പി കെ എ മൈനസ് ഒമേഗ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 16. ആൻഡ് എസ് പി വൈയിൽ നമ്മൾ വിക്ക് പകരം മൈനസ് ഐ ഇൻറ്റു യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബാക്കി ടേമുകളെല്ലാം അതുപോലെ തന്നെ എഴുതി. ഇനി എസ് പി വൈയുടെ കേസിൽ മൈനസ് ഐ ഒമേഗ വി എന്നായിരുന്നു ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഐ ഉണ്ട്, അവിടെ ഐ ഉണ്ടായിരുന്നു. ദെൻ നമ്മുടെ റിയൽ പാർട്ടെന്ന് പറയുന്നത് എങ്ങനെ വരും? യു ഇൻറ്റു സൈൻ പി കെ എ മൈനസ് ഒമേഗ ടി. ഈ ടൈമാണ് നമുക്ക് റിയൽ പാർട്ടായിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 17. നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ നമ്പർ 15 എച്ച് കട്ട് ഒമേഗയും കെയും കൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ, അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ ഡിസ്പെർഷൻ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ്. അറ്റ് ലോങ് വേവ് ലെങ്ത് റേഞ്ച്, അതായത് കെ എ വെരി വെരി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ. കെ ഇസ് ഈക്വൽ ടു 2π ലാംഡയാണ്. സോ ലോങ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ലാർജാണ്, കെ സ്മോൾ ആയിരിക്കും. സോ കെ ഇൻറ്റു എ എന്ന് പറയുന്നത് 1നേക്കാളും വളരെ ചെറിയൊരു വാല്യൂ ആയിട്ട് വരുന്ന കേസ്. ആ സമയത്ത് 1 മൈനസ് കോസ് കെ എ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 1/2 കെ എ സ്ക്വയർ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അവർ ഇക്വേഷൻ 15 ബിക്കംസ്, ഇക്വേഷൻ 15 ഇതായിരുന്നു, എച്ച് കട്ട് ഒമേഗ ഈക്വൽ ടു 4js ഇൻറ്റു 1 മൈനസ് കോസ് കെ എ. അതിൽ 1 മൈനസ് കോസ് കെ എക്ക് കെ എ സ്ക്വയർ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം അവർ ഇക്വേഷൻ 15 ബിക്കംസ് 2jsa സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 16. അതൊരു പർട്ടിക്കുലർ കണ്ടീഷനിലാണ്, അതായത് ഫോർ ലോങ് വേവ് ലെങ്ത് റേഞ്ച് നിയറസ്റ്റ് നെയ്ബർ ഇൻട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഡിസ്പെർഷൻ റിലേഷനാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ദ ഫ്രീക്വൻസി ഈസ് പ്രപ്പോർഷണൽ ടു കെ സ്ക്വയർ ഫോർ ലോങ് വേവ് ലെങ്ത് റേഞ്ച്. ഇൻ ദ സെയിം ലിമിറ്റ് ദ ഫ്രീക്വൻസി ഓഫ് എ ഫോണോൺ ഈസ് പ്രപ്പോർഷണൽ ടു കെ. അപ്പം ഫോണോണിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഹൈ വേവ് ലെങ്ത് ലിമിറ്റിൽ ഫ്രീക്വൻസി കെയ്ക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരുന്നു. ദെൻ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് കെ സ്ക്വയർ ഫ്രം ദിസ് ഇക്വേഷൻ ഈസ് ഓഫൺ മേ ബി determined accurately by neutron scattering or by spin wave resonance in thin films. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എച്ച് കട്ട് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിലെ കെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് ആണ് ന്യൂട്രോൺ സ്കാറ്ററിംഗ് പ്രോസസ് ഓർ സ്പിൻ വേവ് റെസണൻസ് ഇൻ തിൻ ഫിലിം. ഈ രണ്ട് എക്സ്പെരിമെൻറ്റ്സ് വഴി നമുക്ക് 2js/sa സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ ലാറ്റിസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻസ് കിട്ടി. ഡിസ്പെർഷൻ റിലേഷൻ ഫോർ നോർമൽ കേസിൽ എച്ച് കട്ട് ഒമേഗ ഈക്വൽ ടു 4js ഇൻറ്റു 1 മൈനസ് കോസ് കെ എ. ഫോർ ലോങ് വേവ് ലെങ്ത് റേഞ്ച് എച്ച് കട്ട് ഒമേഗ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2jsa സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ. ദിസ് ഇസ് ദ ഡിസ്പെർഷൻ റിലേഷൻ ഫോർ മാഗ്നോൺസ്. താങ്ക് യു.